CNG ഓട്ടോറിക്ഷകളെടുത്ത് കുരുക്കിലായിരിക്കുകയാണ് കോഴിക്കോട്ടെ ഓട്ടോ തൊഴിലാളികൾ. കോഴിക്കോട് നഗരത്തിൽ സിറ്റി പെർമിറ്റ് ലഭിക്കാത്തതിനാൽ 300-ലധികം തൊഴിലാളികൾക്കാണ് മാസങ്ങളായി ജോലിയില്ലാത്തത്. ഗതാഗത മന്ത്രി വിളിച്ച അദാലത്തിൽ പെർമിറ്റ് നൽകാൻ നീക്കമുണ്ടായെങ്കിലും യൂണിയനുകളുടെ എതിർപ്പിനെ തുടർന്ന് ഒന്നും നടന്നില്ല. 10 മാസം മുൻപ് CNG ഓട്ടോ വാങ്ങുമ്പോൾ വണ്ടി ഓടിച്ച് കുടുംബം പുലർത്താനാവുമെന്ന ആത്മവിശ്വാസം ഭവീഷിനുണ്ടായിരുന്നു. പക്ഷേ കോഴിക്കോട് സിറ്റി പെർമിറ്റ് ലഭിക്കാത്തതുകൊണ്ട് ഇനിയും ഓട്ടോ നിരത്തിലിറക്കാനായിട്ടില്ല. വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 10 മാസം ആവാനായി. എൻ്റെ അടുത്ത ടാക്സും ഇൻഷുറൊക്കെ അടയ്ക്കേണ്ട സമയമായി. അതെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ അടവ് തന്നെ ഇപ്പോൾ 4-5 തെറ്റിക്കിടക്കാണ്. എന്നുവെച്ചാൽ വേറെ ഒരു വഴിയില്ല. വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് വേറെ വണ്ടി ഇട്ട് ബ്ലോക്ക് ചെയ്തിട്ട് വെക്കുമ്പോൾ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റും, ആ രീതി ഉപദ്രവിക്കും. എനിക്ക് 2 പെൺകുട്ടികളാണ്, 2.5 വയസ്സുള്ള. അതിനൊക്കെ ഒന്നും കൊണ്ടുപോയപ്പോൾ ഇതില്ല. അപ്പം വണ്ടിയായിട്ട് വീട്ടിൽ കൊണ്ടുപോയി ആരും വിളിക്കുക, കടലിലിറങ്ങണം, കടലിൽ പൂച്ചയുണ്ട്, നായുണ്ട്, അതൊക്കെ വെച്ചാൽ അതിന് പോകും, അല്ലെങ്കിൽ മരമുറിക്കാരൊപ്പം പോകും. പിന്നെ ഇവിടെ ഞങ്ങൾ കൂടുതലുള്ള CC കിട്ടിയ ആൾക്കാരുണ്ട്. ശരിക്കും ഇപ്പം ഓല തയ്യാല ഞാൻ കഴിയുന്നത്. ഓലയിരുന്ന് ഓല വിളിച്ചു വയ്ക്കും, 100 പേര് 200 പേരുണ്ട്. എന്നിട്ടാണ് ഇപ്പോൾ ഭവീഷിനെ പോലെ വീട്ടിൽ ഓട്ടോ ഇട്ടിട്ട് കുടുംബം പുലർത്താൻ കൂലിപ്പണിക്ക് പോവേണ്ട ഗതികേടിലാണ് നിരവധി തൊഴിലാളികൾ. തിരിച്ചടവുകൾ മുടങ്ങി. കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്ന് നമുക്ക് സ്വയം തൊഴിലിന് എനിക്കൊരു ഇത് കിട്ടി, 50,000 രൂപ സബ്സിഡി കിട്ടി. ഈ സബ്സിഡി കിട്ടിയ പൈസക്ക് ഞാൻ ഒരു വണ്ടി വാങ്ങി, CNG വണ്ടി. കാരണം 2018 മന്ത്രിയുടെ നിയമപ്രകാരം നമുക്ക് CC പെർമിറ്റ് അനുവദിച്ചതാണ്. ഈ 8,400 രൂപ അടവാക്കിയിട്ട് വണ്ടി എടുത്തിട്ട് ഇന്ന് വരെ എനിക്ക് കോഴിക്കോട് സിറ്റിയിൽ വണ്ടി ഓടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. 2018 സർക്കാർ ഉത്തരവനുസരിച്ച് 3000 പുതിയ പെർമിറ്റുകൾ നൽകാനായിരുന്നു ധാരണ. 2000 ഇലക്ട്രിക് ഓട്ടോകൾക്കും ബാക്കി CNG, LNG, LPG ഓട്ടോറിക്ഷകൾക്കും. കഴിഞ്ഞ നവംബറിൽ 334 CNG പെർമിറ്റ് നൽകി. ഇതിനുശേഷം പണമടച്ചവരുടെ പെർമിറ്റാണ് മുടങ്ങിക്കിടക്കുന്നത്. നിരത്തിലിറങ്ങാത്ത LNG ഓട്ടോകൾക്കായി മാറ്റിവെച്ച 333 പെർമിറ്റുകളെങ്കിലും CNGക്ക് നൽകണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ CC കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് സമരം ചെയ്യുന്ന ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാരാ? അതും ഇതേ ട്രേഡ് യൂണിയനുകൾ തന്നെയാണ്. ഇവരെ ഇതിന്റെ ഇടയിൽ നിന്ന് കളിക്കുന്നതാണ്. ഈ മാഫിയക്ക് വേണ്ടിയിട്ട് ഒത്താശ ചെയ്യുന്നതാണ്. ഇത് തെറ്റല്ല. ഇത് ശരിക്കും ഗവൺമെന്റ് കോടതി ഉത്തരവാണ്. 2018 കോടതി ഉത്തരവാണ് LNG, CNG, LPG, ഇലക്ട്രിക് ഇത്രയും സാധനങ്ങൾക്ക് CC കൊടുക്കുക എന്നുള്ളത്. ഈ കോടതി ഉത്തരവ് ഉണ്ടായിട്ട് അതിനെ പോലും മറികടക്കുന്ന രീതിയിൽ ഈ ട്രേഡ് യൂണിയനുകൾ ഇതിന് ബലം പിടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഗതാഗത മന്ത്രി നടത്തിയ വാഹനീയം അദാലത്തിൽ കഴിഞ്ഞ വർഷം അപേക്ഷ നൽകിയ 242 പേർക്ക് പെർമിറ്റ് നൽകാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. സിറ്റി പെർമിറ്റ് വിൽക്കുന്ന ഏജന്റുമാരും തൊഴിലാളി യൂണിയനുകളും ഒത്തുകളിക്കുകയാണെന്ന് CNG ഓട്ടോ തൊഴിലാളികൾ ആരോപിക്കുന്നു. ന്യൂസ് 18 കോഴിക്കോട്.